ഞാൻ അതെ ഇത് ലിഫ്റ്റ് വെച്ചിരിക്കുന്നു. നമസ്കാരം ജോഗി. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാ? അത് ജോഗി, അത് വണ്ടി ദൈവം ഇതാക്കി കളഞ്ഞോണ്ടിരുന്നു മുതുക്കില്. ഒരു 10-90 ഗിഫ് അയച്ചായിരുന്നു. ഞാൻ അതല്ലേ OTW അയച്ചത്, ഓൺ ദ വേ. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ? ഇതാണ് നമ്മുടെ വണ്ടി. യെസ്, ബ്രോങ്കോ. ആ വണ്ടി കൊണ്ടുവാ. ബാ ജോഗി. കേക്ക് മുഖത്തൊരു ഉണ്ണിയൊക്കെ വെച്ച് മുതുക്കിൽ നിന്ന് അങ്ങനെ കുറിച്ച് കാര്യം അങ്ങേർക്കുണ്ടല്ലോ, അങ്ങേർക്ക് എന്തോ പ്രാന്താന്ന് തോന്നുന്നു. അങ്ങേര് കടുവാക്കാട്ടിൽ കുരിയാച്ചില്ല, അങ്ങേര് കമ്പിക്കണ്ണനാ, കമ്പിക്കണ്ണൻ. അയാളുടെ പെണ്ണും സ്വല്ലലും ഒക്കെ. ഞാൻ അയാളുടെ കമ്പനി വിട്ടല്ലോ. ഞാൻ അയാളുടെ നിങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് അല്ലായിരുന്നോ? പിന്നെ തിക് ഫ്രണ്ട്സ്. അയാളുണ്ടല്ലോ, അയാൾക്കെന്തോ പ്രാന്താണ് അയാൾക്ക്. എനിക്ക് തോന്നുന്നു അയാൾക്ക് ഒരു ദിവസം ആണെങ്കിൽ രാവിലെ പറയും എനിക്ക് പെണ്ണ് വേണ്ട, ഉച്ചയ്ക്ക് പറയും പെണ്ണ് വേണം, വൈകുന്നേരം വീണ്ടും പറയും വീണ്ടും പെണ്ണ് വേണ്ട. വള്ളം പോലൊരു സാധനം എടുത്ത് മീശാന്ന് പറഞ്ഞ് മുഖത്ത് വെച്ചിട്ട് നടക്കുന്ന ഞാൻ പറയുന്നില്ല, കാമക്കണ്ണൻ. അയാളടുത്ത് ഞാൻ എന്റെ അടുത്ത് അയാളത്ത് കൊണ്ടുപോലെ അയാളത്ത് കൊണ്ടുപോലെ എന്നെ മനസ്സിലായത്. ഞങ്ങളെ ജോബി പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു പിങ്ങില്. ജമാലുവിനൊക്കെ എന്തിന്റെ കാര്യം? ജോക്കിയുടെ എടേ, നീ കത്തിപ്പോയോ കറണ്ട് പോയോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. KCB ഫ്യൂസ് പറിച്ചുകൊണ്ട് പോയി, അതിനെക്കാളും വലുതൊന്നുമില്ലല്ലോ. എന്തോ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇവിടെ ലാസ്റ്റ് ലൊക്കേഷനിലുണ്ട്. ഈ ലാസ്റ്റ് ലൊക്കേഷൻ നിൽക്കുക. നിന്നെ വേറെ ആരെങ്കിലും വിളിച്ച് പറ. ഞാനായിരുന്നു നിന്റെ ഡ്രൈവറോ? ഡ്രൈവറല്ല, നിങ്ങളെ കൂടെ അല്ല ഞാൻ ഇവിടെ ലാസ്റ്റ് ഈ അപ്പാപ്പനെ കാണാൻ വിളി, അല്ലെങ്കിൽ ആ വേറെ ആരെങ്കിലും വിളി. മനുഷ്യവിടെ പൊളിഞ്ഞിരിക്കുക കേട്ടോ, എന്നെ കൊണ്ട് പറമ്പില്ല. ജോക്കി എന്തൊരു സർക്കിളാ ജോക്കിയുടെ. കാട്ടാക്കട ജമാലു, കാട്ടാക്കട ജമാലുവിനെയാണ് നീ അന്ന് വിളിച്ചിട്ട്. മറ്റേ സ്റ്റാഫ് ഗുരുവിനെ ഓർമ്മയുണ്ടോ? സ്റ്റാഫ് ഗുരു അവനാണത്. അവനാണ് കാട്ടാക്കട ജമാലു. 24 മണിക്കൂറും മറ്റേ തോക്ക് കിട്ടി, തോക്ക് പോയി, തോക്ക് കിട്ടി, തോക്ക് പോയി. അല്ല, ഞാൻ കുറച്ച് എന്നെ അങ്ങ് വിഷമിപ്പിച്ചല്ലോടെ. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ കുറ്റബോധം തരുന്നത് ഇങ്ങനെ? നല്ല മനസ്സുള്ള ചെറുപ്പക്കാരനാണ്. മോനെ കേക്കാവോ? കേക്കാം മോൻ. ഞാൻ ദേഷ്യപ്പെട്ടടാ കുറച്ച്. അത് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. സെക്സ് ഒന്നും അല്ലടാ മോനെ. ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. ടെൻഷൻ ഞാൻ മലയാളം മീഡിയത്തിലാണ് പണ്ട്. കണ്ടുമുട്ടിയ അവസാനം മോനെ കേറ്. ചേട്ടനെ പിടിച്ച ട്രക്സ്റ്റ് കാരണം എന്നെ അടിക്കോ? ഓ ട്രക്സ്റ്റ് അല്ലടാ മോനെ. ഇല്ല, എന്നെ പിടിച്ചാ മതി, ആരും പിടിക്കില്ല. ഞാനൊന്ന് നല്ല രീതിക്ക് വരുമ്പോഴത്തേക്ക് കറണ്ട് പോയി. എടാ നിനക്ക് കേക്കേ അറിയാവോ? കേക്കുണ്ട് എടാ, കേക്കുണ്ടെന്നല്ലടാ, കേക്കേ അറിയാവോ? കേക്കേ മറ്റേ മിസ്റ്റർ എക്സിലുള്ള കേക്ക്. മിസ്റ്റർ എക്സിലുള്ള കേക്ക്. ഏത് മിസ്റ്റർ എക്സ്? ആര് പറഞ്ഞതൊക്കെ? അല്ല മിസ്റ്റർ എക്സ് അല്ല, മറ്റേ കേക്ക്. അല്ല മറ്റേ കേക്ക്. നീ വീണ്ടും വണ്ടി ഒരു മിനിറ്റ് നിർത്തി. നിനക്ക് എങ്ങനെ മിസ്റ്റർ എക്സിനെ അറിയാം? മിസ്റ്റർ എക്സ് അതാരാ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് അത് നമ്മള് കുടുംബശ്രീ ഉണ്ട് ഇവിടെ. നീ മറ്റേ കൊട എടുത്ത് മറ്റേ വവ്വാലിന്റെ തുണിയാണൊക്കെ തല ചുറ്റി സംസാരിക്കുന്നതൊക്കെ എന്നോട് സംസാരിക്കല്ലോ കേട്ടോ. ചേട്ടാ നിങ്ങളെ പ്രശ്നം കറണ്ട് അല്ലേ, നമ്മൾ റെഡിയാക്കാം. അതെങ്ങനെ റെഡിയാക്കും? കറണ്ട് അങ്ങനെ റെഡിയാക്കും. നീ പറ. ഹലോ ബ്രോ. എന്താ ബ്രോ നോക്കിയൊക്കെ ഓടിച്ചൂടെ വണ്ടി? എന്താണ് വള്ളി പിടിക്കാൻ നിൽക്കടാ? ഞാൻ ഇവിടെ പ്ലംബിങ്ങിന് പോണ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ UPS വാങ്ങി തരാനാ?
മോനെ ഇങ്ങനെ നീ സങ്കടപ്പെടുത്തല്ലേ, മനസ്സിലായോ? നീ 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 ചുമ്മാ ഇരി, നീ ചുമ്മാ ഇരി. ഹലോ ബോഡി ഗാർഡ് പറയൂ. ബോഡി ഗാർഡാ? ഹലോ പിന്നെ സിറ്റിയിലെ തവളക്കണ്ണന്മാർക്ക് വരെ ബോഡി ഗാർഡ്. ഹലോ രാജു, ബോഡി ഗാർഡ് രാജു? ഇപ്പം ആവശ്യമില്ല. ക്രൗഡ് കൂടുമ്പോ വിളിക്കാം. ഓക്കെ, ശമ്പളം ഞാൻ അയച്ചിട്ടുണ്ട്. ആ ശരി. ഇവനൊരു പെണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ പറയാം. നിനക്ക് നാണോ ഇല്ലയോടെ കണ്ടവന്മാർക്ക് വേണ്ടി പെണ്ണ് സെറ്റ്? ഞാനൊരു കാര്യം പറയട്ടെ സിമ്പിൾ ആയിട്ട്. ജമാല് മിണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വാസു, നീ നീ നടത്തുന്നത് ഗ്യാങ് ആണോ അതോ മറ്റേ വേറെ വല്ലോ ആണോ? ഞാൻ അറിയാത്തോണ്ട് അല്ല, ഞാനിത് പറയട്ടെ. ഹലോ ഹലോ ഹോൾഡ് ചെയ്യാനോ? ഹലോ കോളിൽ പറഞ്ഞ കേട്ടില്ല. ഹോൾഡ് ചെയ്യാൻ ഒരു സെക്കൻഡ്. ജോക്കിയോട് സംസാരിച്ചോണ്ടിരിക്കുക. ജോക്കി അങ്ങനെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ഡെയ്സി ജോയ്സ് എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കണ്ടു. ഡെയ്സി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോബി കെട്ടാൻ പോണ കൊച്ചാണ് ജോക്കിയത്. കെട്ടാനോ? കല്യാണം കഴിക്കാൻ ഈ സിറ്റിയില് പിന്നല്ലാതെ നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് ഒരുത്തൻ കെട്ടുകയാണ്. കെട്ടിയില്ല, അതെ കെട്ടാൻ വെച്ചിരിക്കുന്നേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊക്കെയാ നടക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ആ പെണ്ണ് 4 മാസം ആ പെണ്ണിന്റെ ആദ്യത്തെ ഗർഭം എടുത്ത് തരാന്നറിയാവോ? ആര്? മന്ദാരം. അതെ മന്ദാരം എടുത്തത്. ഈ സിറ്റിയിലെ പേരെടുപ്പും ഗർഭവും അല്ലാണ്ട് ഈ സിറ്റിയിലുള്ളവന്മാര് നമുക്ക് വേണ്ടി ഈ ഗ്യാങ്ങിലുള്ളവന്മാർ എന്തെങ്കിലും ചെയ്യുന്നു? ഉണ്ട് ജോക്കി. ജോക്കിയാണ് നമ്മൾ എന്തോരം പള്ളി പിടിക്കുന്നുണ്ട്. ജോക്കി അങ്ങനെ പറയരുത് ജോക്കി. ഈ ഗ്യാങ്ങിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവന്മാർക്ക് ഒരിടത്ത് നിൽക്കണം. ഞാൻ ഡയലോഗ് തീർക്കണം എനിക്ക്. ഈ ഗ്യാങ്ങിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് അവന്മാർ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത് അതിന്റെ ഇടയ്ക്കത്തെ ഒരു റിലാക്സേഷൻ ടൈമിൽ അവരിത് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ജോക്കി? ജോക്കി ശരിയാണ്, പേരെടുപ്പൊക്കെ അത് ഔട്ട് ഓഫ് ദ ലീഗാണ്. അത് എങ്ങനെ മന്ദാരം ചെയ്ത് സക്സസ് ആക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊച്ചു ജീവനോടുണ്ട്, അപ്രീഷിയേറ്റബിൾ കാര്യമാണ്. MBBS എടുത്തവർക്ക് പോലും എടുത്ത കിഡ്നി തിരിച്ചു വെക്കാൻ പോലും അറിഞ്ഞൂടാ. കത്രിയൊക്കെ വെച്ച് തയ്ച്ചു വിടലാണ് പരിപാടി. നീ സംസാരിക്കുമ്പോ എന്താ ജോക്കി? അവന്റെ തല അനങ്ങുന്നുണ്ടോ ജമാലുവിന്റെ? അത് ഞാൻ വർത്താനം പറയുമ്പോ ഇളകും. കിഡ്നിക്ക് മാത്രല്ല തലക്കും പ്രശ്നമായി. കിഡ്നിയോ? ഞാൻ അന്ന് നമ്മള് കിഡ്നി പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഓർമ്മയല്ലേ ജോക്കി ചേട്ടാ? നീ സംസാരിക്കുമ്പോ തലവെട്ടി ഇങ്ങനെ അനങ്ങോ? ഇളക്കം നിനക്ക്. ആശുപത്രി കാണിച്ച് ഓല് പറഞ്ഞ തല വെട്ടല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലാന്ന്. തല വെട്ടിയൊക്കെ ജീവിക്കും. അതിനാ അവലോട് ചോദിച്ചു. അപ്പോല് പറഞ്ഞ ഇങ്ങനെ കാലാകാലം ഇങ്ങനെ ഇളകിയോണ്ടിരിക്കുന്നു. വേറെ മരുന്നില്ല ഇതിന്. ഹോൾഡ് ചെയ്യാ. ഒരു മിനിറ്റ് ചേട്ടൻ പടി ട്രിഗർ ആവും. അയ്യോ മാറി നിക്ക. അയ്യോ പൂക്കിയായി. അണ്ണാരത്തമ്പി ഓടിയ പാട്ടിടണോ? എടാ എന്താടാ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, ചിരിച്ചപ്പേ. സോറി. ആ വണ്ടിയിൽ ഇത്ര സ്പീഡിൽ എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഇവനോട് സംസാരിക്കുമ്പോ എനിക്ക് ആരെ ഓർമ്മ വരുന്നറിയാം? എനിക്ക് ഉസ്മാനെയാണ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ മൈക്കിന് വരാൻ വെച്ചേക്കുന്നത് അമ്പലപ്പറമ്പിൽ നിന്ന് വല്ല അടിച്ചു മാറ്റിയ കോളാമ്പിയാണോ? അതെനിക്ക് സംശയമുണ്ട് ജോക്കി, എന്നെ പറ്റിച്ചാന്ന് തോന്നുന്നു. ഇത് ആരാ? നമ്മളിവിടെ എങ്ങനെ അറിഞ്ഞേ? റേഡിയോയിൽ പറഞ്ഞല്ലേ? റേഡിയോയില് പാപ്പനില്ലല്ലോ. ഓ ഉണ്ട്. സ്റ്റില്ലി എങ്ങ അപ്പു. എന്തായാലും അതൊക്കെ ഈ പിള്ളേരെ സ്നേഹം കൂടുമ്പോ എന്റെ അപ്പൂന്ന് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ അവരുടെ ആഗ്രഹ പ്രകാരം ഞാൻ വേറെ കേട്ടോ വിളിക്കുന്നേ. ജോക്കി ഈ ആഴ്ച ജോക്കിയെ ഗ്യാങ് ലിസ്റ്റിലോട്ട് ഇട്ടിട്ട് ജോക്കിക്ക് ഒരു ഈ ഹുഡിയൊക്കെ ഇട്ട് ജോക്കി ഇറക്കട്ടെ. എടാ അങ്ങനെ ഞാനേ ഈ സിറ്റിക്കകത്ത് ഘോരം 4-5 മണിക്കൂർ സിറ്റിക്കകത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഒരു 5 ദിവസം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഗ്യാങ് ഞാൻ വേറെ രീതിക്കാക്കി തരും. ഉറപ്പാണോ? പിന്നെ അപ്പൊ അടുത്ത ശനിയാഴ്ച ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗോഡ് ഫാദർ എന്നും പറഞ്ഞൊരു സ്ലോട്ടും കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ 2 ഗ്യാങ്ങിനായല്ലോ, ഒരു 3-4 ഗ്യാങ്ങും കൂടെ ഓരോരുത്തരെ വെച്ചാൽ കൊടുക്കണം ഗോഡ് ഫാദർ എന്നും പറഞ്ഞു. ഓ അത് ശരിയാ സത്യം കേട്ടോ. ഇത് ഓഫ്ലൈനിൽ പറഞ്ഞാൽ പോരായിരുന്നു? നാളെ അപ്ഡേറ്റ് ചെയ്യില്ലായിരുന്നു? ഇതിന് നടക്കൂല. ഇത് നടന്നു കഴിഞ്ഞാൽ സെർവർ നമ്മുടെ ആയില്ലേ? പിന്നെ
ഇത് ഓഫ്ലൈനിൽ പറഞ്ഞു എന്ത് ഐഡിയ ആയിരുന്നു. ചെയ്യത്തില്ലടാ അപ്പൊ നീ എനിക്കിട്ട് ചെയ്യത്തില്ലേ? അണ്ണ ഇപ്പൊ ഓൾറെഡി സെർവർ നമ്മുടെ കറണ്ട് പോയത് തോന്നുന്നു, ഞാനിപ്പോ കത്തി പോകും. ഓ പറച്ചോണ്ട് പോയി. ഹലോ അണ്ണ, ആ സുഖമല്ലേ? സുഖമാണ്. നീ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് കാണണോന്ന് പറഞ്ഞായിരുന്നു. ആ അണ്ണനൊന്ന് കാണാൻ. എന്തിനാ കാണണേ? അണ്ണനൊക്കെ ഇവിടുത്തെ വലിയ ആളല്ലേ. അല്ലാ ഒന്നിങ്ങോട്ട് നടന്നേക്ക. നമ്മൾ ഏകദേശം ഒരേ നീളവും വൈറ്റും അല്ലേ, പിന്നെ എങ്ങനെയാ ഞാൻ വലുതാവുന്നേ? അങ്ങനല്ല, പിന്നെ വലിയ പുള്ളി. എവിടത്തെ എവിടെ എന്റെ ദേഹത്ത് പുള്ളിയൊന്നും ഇല്ലല്ലോ. ദേഹത്തല്ല, സിറ്റിയിലെ വലിയ പുള്ളി. ആരാ? ജോക്കി ചേട്ടൻ. നീ എന്നെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ? അല്ല, ജോക്കി ചേട്ടനും വലിയ പുള്ളിയല്ലേ? ആ അങ്ങനെ. ബസു മറ്റേ ഹുഡിയുടെ കാര്യം കാര്യമായിട്ട് പറഞ്ഞാണോ? ഏത് പുള്ളിയുടെ കാര്യം? പുള്ളിയുടെ അല്ലടാ, ഹുഡിയുടെ. പിന്നെ ജോക്കി അടുത്ത ആഴ്ച ജോക്കി നമ്മുടെ മെയിൻ ലൈനിൽ ഇടാൻ ജോക്കി. ഈ ആഴ്ച കഴിഞ്ഞു പോയി ജോക്കി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ തൂക്കും. ശരി ശരി. ഇവനെ എടുക്കടേ, ഇവന്റെ ഫ്യൂസ് കുറച്ചോണ്ട് പോയി. അപ്പൊ ഇത് മാറ്റേണ്ട ഡേറ്റ് കഴിഞ്ഞായിരുന്നോ? ഇന്ന് എന്താ ദിവസം? ഇന്ന് തിങ്കളാഴ്ച 12 മണി. കഴിഞ്ഞു. സൂപ്പർ നൈസ്, താങ്ക് യു. അടുത്ത ശരിയാഴ്ച ജോക്കി വേണ്ടാന്ന് പറയുന്ന വിചാരിച്ചു കേട്ടോ സ്ലോട്ട്. ഇനി ആരെ മാറ്റും ഞാൻ? ടി വി മിക്കവാറും ഇതിനകത്ത് പ്രശ്നമാവേ. ആരെ മാറ്റൊന്നും ഒരുപെടുത്തല്ല. ഞാൻ ഒരാഴ്ച മാറിയെന്നാല അതേ നടക്കുള്ളൂ. അണ്ണാ പിന്നെ പറയാം. എന്ത്? ജോക്കി ചേട്ടൻ കുറച്ച് ട്രിഗർ. നീ അത് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട, ചേട്ടൻ ഇന്നും ട്രിഗറായ സീനാണ്. ഇല്ലില്ല, ട്രിഗറൊന്നും ആവില്ല. എടാ ഇങ്ങനെ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ സിറ്റിയിൽ എനിക്ക് മാത്രമാ, മനസ്സിലായേ? ഇപ്പൊ വരും, നോക്കിക്കോ. ഇല്ല, നീ എന്തോ പറഞ്ഞ എന്ത് പറയാൻ, നമ്മള് അണ്ണനെ കാണാൻ വേണ്ടിന് വിളിച്ചീന്. അണ്ണൻ ഇവിടുത്തെ വലിയ ആളായോണ്ട് അണ്ണനും ജോക്കിയൊക്കെ വലിയ പുള്ളി. നീ ഒരു 5 വട്ടം പറഞ്ഞപ്പോഴേ എനിക്ക് ഇനി ഇങ്ങോട്ട് സൂഹിക്കുന്നില്ല. ആണോ? സോറി അണ്ണ. അതാ വരുന്നുണ്ട്. ഞാൻ അതിലൂടെ നടക്ക്. അസംബ്ലി ഡിസ്പെൻസ്. ചെറിയൊരു സംഭവം ഉണ്ടെന്നാ. ചെറിയൊരു സംഭവം ഉണ്ടെന്നാ. എന്ത് സംഭവം? സംഭവം അണ്ണാ, സംഭവം എന്ന് വെച്ചാ അത് മോബിയുടെ ഗേൾഫ്രണ്ട് ഇല്ലേ ഡെയ്സി. ഡെയ്സിയുടെ ഒരു മോളുണ്ടല്ലോ. ഡെയ്സിയുടെ മോളെ ഉണ്ടല്ലോ ആക്ച്വലി കാണാനില്ല. അത് എവിടെയോ യു കെ വിട്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ യു കെ ഗ്യാങ് ആണെന്ന് കൊണ്ടുപോയെന്നൊരു സംശയമുണ്ട്. യു കെനെ തല്ലിയാലും സംശയമുണ്ട്. ഈ ഡെയ്സിയുടെ ഒരു കുഞ്ഞമ്മയുടെ മോളായ പുള്ളിക്കാരിയെ MRC കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ട്. അവരുടെ അടുത്തുള്ള ഒരു വാർ എടുത്താലോ? അത് ഓക്കെയാണ്. പിന്നെ അതേപോലെ വേറൊരു സംഭവം നടന്നായിരുന്നു ഈ ഇടയ്ക്ക്. ആരുടെയോ ഒരു കുഞ്ഞമ്മയോ കൊച്ചാപ്പയോ ആരോ ഒരാൾ കൊണ്ടുപോയിരുന്നു. നമുക്ക് വേണം അതിനും അവരെയും തല്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോ 3 വള്ളിയുണ്ട് പെൻഡിങ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, കണ്ടവന്മാരുടെ അമ്മുമ്മയും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോളെയും ഒക്കെ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെയാണ് സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് വള്ളിയായിട്ട് എടുക്കുന്നതെങ്കിൽ നിന്റെ പേരെന്തോ? ജൂഡാണോ? ഇത് ബേബലാണോ? ജുഗുരു. എടുത്ത് കിണ്ടി കളയോ? ഞാൻ എന്തൊക്കെ കേക്കണം അവന്റെയൊക്കെ. എന്തൊക്കെ നമുക്ക് നമ്മൾ ഈ കാട്ടി നിൽക്കുന്ന എന്തിനാണ്? ഇത് ആരാ എന്റെ പുറത്തിരിക്കുന്നത്? അപ്പൊ ഒന്ന് വന്നേ, ജസ്റ്റ് എനിക്കൊരു കാര്യം ചോദിക്കാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് സെമിത്തേരി? സാൻഡിയില് സെമിത്തേരിയോ? ഇല്ല, സാൻഡിയില് സെമിത്തേരി എന്റെ അറിവിലില്ല. ഇത്രയും നാളായിട്ട് ഇതൊന്നും അറിയില്ല. എത്ര വർഷമായി ഇത് കളിക്കാൻ? 5-6 വർഷമായില്ലേ? സെമിത്തേരി സാൻഡിയിലല്ല, അതൊക്കെ മലമുകളില് ഒരാളുടെ മറ്റേ കുരിശ് വെച്ചൊരു സാധനം ഉണ്ട് അവിടെ. ആ മലമുകളില്. ഏത് മലമുകളില്? നേരെ ഒരു മല കാണുന്നുണ്ടോ? നേരെ നേരെ. അപ്പൊ സാൻഡിൽ ഇതല്ലാതെ വേറെ ഒരിടത്തും കുഴിച്ചിടാൻ പറ്റൂലല്ലോ? കുഴിച്ചിടാൻ പറ്റുന്ന സ്ഥലം ഈ സാൻഡിയിലല്ല എന്റെ അറിവില്ല. നമുക്ക് അവിടെ വരെ ഒന്നും പോവാം. ജസ്റ്റ് വണ്ടിക്കകത്ത് കയറി അത് മാർക്ക് ചെയ്താൽ മാത്രം മതിയേ. അയ്യോ, അത് ഇല്ല, ഞാൻ ഓടിച്ചോളാം. വഴി പറഞ്ഞു തന്നാ മതി. എന്തൊക്കെയുണ്ട് വിശേഷം? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നത്? അപ്പൊ ഇവിടെ പള്ളി എന്തിലുണ്ടോ? അടക്കുന്ന ആൾക്കാരെ അടക്കുന്ന പള്ളി സാൻഡിയിലോ? ഉണ്ട്. ബാക്കി സാൻഡിയിൽ പള്ളി ഉണ്ടോ? പള്ളിയുണ്ട്. അപ്പൊ പള്ളിയൊക്കെ ഒരു അർജന്റ്. 2 വാണിംഗ് ആയേ.
ഒരു വണ്ടി എടുക്കും ഒരു ജമാല് ഒന്ന് കേറി ഇരിയടെ ഒന്ന് ഞാൻ ഇരുന്ന് എന്ത് എന്തിനാ ഇപ്പൊ ഇറങ്ങിയത്? അവന്മാർക്ക് സ്ഥലമില്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. Right. Back. ഞാൻ കാര്യം പറയട്ടെ, എന്തൊക്കെയുണ്ട്, സുഖമാണോ? എന്നോടാ നോക്കി പിന്നെ ഫ്രാങ്കിന്റെ പള്ളി മാർക്കില്ല പാപ്പാ, ഫ്രാങ്കിന്റെ പള്ളി നേരെ പോയാ മതി. സുഖമാണോ? നേരെയാ. സുഖമായി നോക്കി ഇങ്ങനെ പോയി നോക്കി എന്തുണ്ട് നോക്കി ആ നേരെ. ഇവിടെ നേരെയാണോ? ഇവിടെ നേരെയാണോ? ഇടത്തോട്ട് ഇവിടെ നേരെയാണോ? നേരെ ആ ഏകദേശം ഞാൻ മാർക്ക് എടുത്താന്ന് തോന്നുന്നു. വലത്തോട്ട് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട് വലത്തോട്ട്. 5000 അല്ലേ ഏത് ലെഫ്റ്റ് സൈഡിലാണോ? സെമിത്തേരി ബാക്കി സെമിത്തേരി ഇത് ഇവിടെ ബാക്കി എവിടെ പള്ളിയുടെ പുറകെ പള്ളിയുടെ ബാക്കി സിനിമ അപ്പുറത്തെ സൈഡ് നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്റെ ഈശോയെ, നല്ലത് മാത്രം. ഇത് ആരൊക്കെയാ? എന്ത് പറ്റി പത്തോനെ? എന്ത് പറ്റി? ഒന്നുമില്ല പാപ്പാ. ഇത് എന്നതാ? ആ അമ്മൂമ്മ എങ്ങാണ്ട് കുഴിച്ചിട്ട സ്ഥലമാണെന്ന് തോന്നുന്നു. മറ്റേ അണ്ണും കൂടെ ഫ്രണ്ട് ഇരിക്കണം കറക്റ്റ്. എടാ ബൊക്കെ ഏതാടാ? BOUQ ബൊക്കെ 2 അല്ല ബൊക്കെ 1. ആ 1 മതി. രണ്ടാമത്തെ ഞാൻ വലുപ്പം പറഞ്ഞ ജോക്കിയുണ്ട്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്യൂലേ. ഓപ്ഷൻ ഇപ്പൊ ബോളെങ്ങാണ്ട് തലക്കെന്തിനും പറ്റി, ഇവനെന്തോ പറ്റി? റെസ്റ്റ് ഇൻ പീസസ്. ഇത് തന്നെ റെസ്റ്റ് ഇൻ പീസസോ? പീസസാ കഷ്ണങ്ങളായിട്ട് ഇത് തന്നെ. കഷ്ണങ്ങളായിട്ട് റെസ്റ്റ് ചെയ്യാൻ. ഏബിലെ നീ വാർക്കരുത് കേട്ടോ. ഉണ്ടല്ലോ ഒരു സെക്കൻഡ്. വെറുതെ കൈ എഴുതി നിൽക്കാം, എന്തോന്ന് മനസ്സിലാവുന്നില്ലല്ലോ. റെസ്റ്റ് ഇൻ പീസ്. ഇത് മറ്റേ പീസാണല്ലോ. ഒരു പട്ടിക ജോക്കി ഒരു ആത്മാവിനൊന്ന് നിത്യശാന്തി ഒന്ന് നേരുവോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എൻ്റെ നാമത്തിൽ ദൈവമേ, മരിച്ചുപോയ പുണ്യാത്മാവിന് സർവശാന്തിയും സർവ സമാധാനവും കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ആമീൻ. ആമേൻ. ഇത് ആരുടെ ഇത്? ഒരിക്കലും മറക്കില്ല. കേട്ടോ ജോക്കി അണ്ണ. ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങിക്കോ, എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടാവും. റെസ്റ്റ് ഇൻ പീസ്. അണ്ണാ അപ്പുറത്താണ് കേട്ടോ ഇതല്ലേ ബോഡി. എടാ മോനെ വാസു, ഇത് എന്തൊരു പ്രശ്നം? അത് നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ബോഡിയായിരുന്നു ജോക്കി. എനിക്കറിഞ്ഞൂടെ ഏത് വേണ്ടപ്പട്ടി, ഏത് പക്ഷെ വേണ്ടപ്പട്ടീന് വേണ്ടപ്പെട്ട ഏത് ഇച്ചിരി അല്ലത്. കോപ്പി പേസ്റ്റ് അതോ കൺട്രോൾ സി. ഇത് ഇവിടെ കല്ലറയുണ്ടോ ഇനി? മോനെ വാതർന്ന് പറയടാ, എന്തിനടാ പ്രശ്നം? ഒന്നുമില്ല ജോക്കി, ഒന്നുമില്ല. ഒന്നുമില്ലാതെ കൊറേ റോസാപ്പൂവും വാങ്ങിച്ച് ഏതോ ആരുടെ കല്ലറയിൽ പോയിരുന്നു. ഇപ്പൊ എന്നെ കൊണ്ട് മറ്റേ ഇതും ചൊല്ലിപ്പിച്ച്. എന്ത് പ്രശ്നം എന്താ? ഒന്നുമില്ല ജോക്കി, വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. വേണ്ടപ്പെട്ട ആളോ? ലൈഫ് അങ്ങനെയാന്ന്. ബസുവിനെ ആണോ പെണ്ണോ? മരിച്ചു കഴിഞ്ഞില്ല, ഇനി ജെൻഡറിലൊക്കെ എന്തിരിക്കുന്നു? അത് ശരിയാ. മോനെ ആരാന്ന് പറയടാ. അത് ജോക്കി, നമുക്ക് ജോക്കി ഒന്നും ഇവിടെ ഇല്ലാത്ത സമയത്തുള്ള ഒരു ചെറിയൊരു പരിചയം അത്രേ ഉള്ളൂ. എന്തായാലും ആള് പോയി, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. മരിക്കുമ്പോൾ മാത്രം എല്ലാവരും നല്ലത് പറയും, അതുവരെ തള്ളക്കി വിളിക്കും. മരിച്ചു കഴിയുമ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയും. ആരും തോളെ കയറി
നിങ്ങളാണ് കരുത്ത് പറയുന്നത്. എനിക്ക് കയറാൻ പറ്റില്ല. ബാബുവാണോ ഞാൻ നിന്റെ തുളത്ത് അങ്ങനെ ഒരു ലൈവ് ബ്ലാസ്റ്റ് പോയത്? എന്നാ വണ്ടി എടുക്കാം. ആ ഇനി എടുത്തു. ആരും F2 ഒന്നും ഞെക്കല്ല്. വാസുമോനെ പറ പാപ്പ. എന്തോ പറ്റി? ആരാ അത്? ഒരു മിനിറ്റ് പാപ്പ. വീണ്ടും കോള് വന്നാണ്. പറ പാപ്പ. ഹലോ. മിനിറ്റ് പാപ്പ. വാസു തിരക്കിലാണോ? ഇതാരാണ്? തിരക്കിലാണോ? ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ബിസിനസിന്റെ ഇത് സംസാരിക്കാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അയ്യോ, ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോരോ തിരക്കുകൾ വരുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരാളുടെ ഒരു മരണത്തിന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ആ സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. നിങ്ങളെ തിരക്കി ഞാൻ കടയെടുത്ത് മുടിയാറായി കേട്ടാ. നിങ്ങളുടെ ഇനി ഒരു താങ്ങും തണലും ഇല്ലാതെ എനിക്ക് രക്ഷപ്പെടാതെ തോന്നില്ല. അപ്പൊ കടം മേടിക്കാൻ തന്നെ പിന്നെ വിളിക്കാം. കടം മേടിക്കാനല്ല, ജോഗി. എന്തോ ആ പാപ്പൻ എന്താ ചോദിക്കാൻ വന്നേ? അല്ല അത് ആരാ വാസുമോനെ? അത് പാപ്പ ഓ പറഞ്ഞോ. അതൊരു വലിയ കഥയാ പാപ്പ. വലിയ പറഞ്ഞോ, സമയമുണ്ടല്ലോ. അല്ല വലുതാക്കി തന്നെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഈ ബ്ലഡ് മനുഷ്യന്റെ ഒക്കെ കാര്യം ഇത്രേ ഉള്ളു ജോഗി. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ആർക്ക്? നമ്മളിപ്പോ കാണാൻ പോയ ആൾക്ക്. ആരാ? അത് പഴയൊരു സുഹൃത്താ. അപ്പാപ്പൻ തൽസാണോടാ? അല്ല പേര് സുഹൃത്താ? ഇത്ര വലിയ കാര്യം പറഞ്ഞിടയ്ക്കാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താ ജോഗി അങ്ങനെ? അല്ലല്ല, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. പറഞ്ഞു. എന്താ പറ്റി മോനെ? മോനെ നീ സങ്കടപ്പെടല്ലേ? നീ ഒന്നെങ്കിൽ വല്ല കലിങ്കിന്റെയും പുറത്തിരുന്നാലോ നമുക്ക്? ഇവിടെ ഒരു സെമിത്തേരിയാ വാസുമോനെ. ഇതെന്തുവാടെ? തല വേറെയും ശരീരം വേറെയാണോ കുഴിച്ചിട്ടേ? ഇത് വല്ലാത്ത കഷ്ടമായി. പറയത്തൂല്ല, കണ്ട സെമിത്തേരി മൊത്തം കേറി ഇറങ്ങി നിറങ്ങുക. ഇവിടെ ഇനി ഞാൻ ഇവിടെയും പറയണമായിരിക്കും. പറഞ്ഞേക്കാൻ ചോദിക്കണ നമ്മുടെ എണ്ണ. പറയണോ? ഇത് സെമിത്തേരി അല്ല, ചിൽഡ്രൻസ് പാർക്ക്. അണ്ണന്റെ കാര്യം പോയി കേട്ടോ. ഇവിടെ റെസ്റ്റ് ഇൻ പീസ് ഇല്ല. അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയായിരുന്നതാ? എന്താണ്? ഇത് എന്തൊക്കെയാ വരുന്നേ? ബി അല്ല വാസുമോനെ, ബി. ജോഗി അല്ല, ഇവിടെ നമ്മുടെ ആരുടെയും ബോഡി ഇല്ല. നമ്മള് വെറുതെ ജോഗി എന്നാലും ബോഡി അല്ലേ നമ്മള്. പ്രശ്നമാണ് ഇതൊക്കെ. എന്റെ പൊന്ന അപ്പാ ഇല്ലാത്ത സമയത്ത് ജോഗി എനിക്ക് വേണ്ടി നമ്മളെ വിട്ടു പിരിഞ്ഞ് എല്ലാവർക്കും ഒരു പിത്തൽജി അടക്കം എല്ലാവർക്കും ഒരു എന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ആമേൻ. ഈ കിടക്കുന്ന എല്ലാവർക്കും സർവ്വസുരക്ഷയും സർവ്വസമാധാനവും മോക്ഷവും കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ജോഗി അത് ഇനി ഞാൻ സത്യം പറയാം. ജോഗിയുടേത് ജോഗിക്ക് അറിയാലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഗ്യാങ്ങിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. അതെ, ഗ്യാങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആരോട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? ഗ്യാങ് മെമ്പേഴ്സുമായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോലീഡർമാരോട്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ നിന്നൊരു ഗ്യാങ് എക്സിസ്റ്റ് ആയി പോകണമെങ്കിൽ നമ്മൾ ആരുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യെസ്, മിസ്റ്റർ എക്സ്. ഞാൻ ഗ്യാങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴൊക്കെ മിസ്റ്റർ എക്സിനെ വിളിക്കുന്നു, അന്നേരം ടിവിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് മിസ്റ്റർ എക്സിലെ ലൂസി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയായിരുന്നു. ജോഗിക്ക് അറിയാലോ, ഞാനങ്ങനെ പെൺകുട്ടികളോടൊന്നും സംസാരിക്കാറില്ല. എനിക്കങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ സമയത്തും ഗ്യാങ്ങിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണല്ലോ എൻ്റെ ഡ്യൂട്ടി. അതെ. അപ്പോൾ ഗ്യാങ്ങിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ കൂടി നമ്മളൊരു ലൈഫിൽ വേറെ പെൺപിള്ളേരോടൊന്നും ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആകെ ഒരു പെൺകൊച്ച് എൻ്റെ ഫോണിൽ വിളിക്കുമെങ്കിൽ അത് ലൂസിയായിരുന്നു, ഗ്യാങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രം. ഒരു മിനിറ്റ് മോനെ,
ഞാനേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ലൂസി ഉണ്ടെന്നേ. ഒരു മിനിറ്റ്, ആ പെണ്ണ് മരിച്ചും പോയോ? അണ്ണ വിളിച്ചാ പറഞ്ഞ കിട്ടൂല, പോലെയല്ലോ. മരിച്ച്. ആ ലൂസിയ മിസ്റ്റർ എക്സ് ഹലോ, മരിച്ചോ? ആ മരിച്ച്. സ്വിച്ച് ഓഫ് ആയിക്കും. വല്ലാത്ത കഷ്ടമായി പോയല്ലോ ഇത്. എന്നിട്ട് ജോക്കി പുള്ളിക്കാരി എന്നിട്ട് ഈ കൊച്ചു മരിച്ചിട്ടാണോ ഈ കണ്ടം കഴിവറി ആ പെണ്ണുമായിട്ട് കിടന്ന് പാടത്ത് കടലോരത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നേ? ആ ലെവലാറി എന്നാ മരിച്ചേ? ഞാൻ ഇന്നാ അറിയുന്നത് ജോക്കി. ശരിടാ, ലാസ്റ്റ് ഓൺലൈൻ നോക്ക് ജോക്കി ചേട്ടാ. കണ്ടേ ഫേസ്ബുക്ക് ഞാനേ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കുരിശ് ഇതിലെടുത്ത് മാറ്റിയിട്ട് നിന്നെ അതിനകത്തങ്ങ് പ്രതിഷ്ഠിക്കും കേട്ടോ. ആ ഫോൺ കേക്കടയിലുണ്ട്. ഫോൺ കേക്കേടയിലുണ്ടോ? അയാൾ അങ്ങനെ, അയാൾ അതും ചെയ്യും അതിന്റെ അപ്പുറവും ചെയ്യും അയാള് കിഴങ്ങൻ. ഞാൻ ഈ വിളിക്കുന്ന കേട്ടിട്ട് നിങ്ങൾ അനുസരിച്ചൊന്ന് പറയല്ലോ, ഇപ്പൊ ഇത് വിളിക്കില്ല കേട്ടോ, അങ്ങനെ തലക്കിട്ട് വെടി വെക്കും. ജോക്കി ഗാങ്ങിന്റെ കാര്യങ്ങൾ നമ്മള് എപ്പോഴും ലൂസിയാണ് ഏൽപ്പിക്കാറുള്ളത്. അപ്പൊ ലൂസിയാണ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഇടക്കിടക്ക് ലൂസിയ ഡിസപ്പിയർ ആവും. ഓക്കെ. അപ്പൊ ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ലൂസിയ കിട്ടാറില്ല. പിന്നെയും തിരിച്ചു വരുമ്പം ലൂസിയാണ് മിസ്റ്റർ എക്സി എന്ന് വിളിക്കുകയാണ്. അന്നത്തെ കാര്യം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഈ ഗ്യാപ്പ് എടുത്ത് പോണ സമയമെല്ലാം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് US പോവായിരുന്നു ലൂസിയ. ഇത് മിസ്റ്റർ എക്സിലുള്ളവർക്ക് ഇത് അറിഞ്ഞൂടായിരുന്നു. അവരോടും ലോങ് ലീവ് എഴുതി കൊടുത്ത് പോയി. അവരാരും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, നമ്മളോടും പറഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം ഞാൻ ലൂസിയക്ക് ലാസ്റ്റിൽ ലൂസി എനിക്ക് മെസ്സേജ് അയച്ചത് സീരിയൽ നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സീരിയൽ നമ്പർ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും മതിയോ എന്ന് പറഞ്ഞ് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് അയച്ചതാണ് അവസാനത്തെ മെസ്സേജ് ജോക്കി. അതിന് പോലും റിപ്ലൈ തരാതെ പോയി കളഞ്ഞു. പോയി കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയി പാട്ട് പോയി ഡാൻസ് ചെയ്യണം. ഇയാള് എവിടുന്ന് വരുന്നത് ഇയാള്? അത്രല്ല, അത്രയും വേണ്ടപ്പെട്ട ആളായിരുന്നു ചോദിച്ചത്. അടുത്ത ആളായിരിക്കും. ചെറുക്കനല്ലെങ്കിൽ പൂവൊക്കെ കൊണ്ട് സെമിത്തേരി വെക്കൂ. മക്കൾക്ക് എന്തുവാടാ ഇപ്പൊ വേണ്ടേ? നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ ജോക്കി. അപ്പൊ ലൂസിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ നമുക്ക്? അതല്ലേ ഇപ്പൊ ഞാൻ നാമൊക്കെ ജപിച്ചല്ലേ ഇവിടെ വന്നിട്ട്. നാമം ജപിക്കുന്നതല്ലല്ലോ ജോക്കി. അവരെ എന്നും എല്ലാരും ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ലൂസിയ മെമ്മോറിയൽ ഹോസ്പിറ്റലോ ലൂസിയ മെമ്മോറിയൽ ഒരു ബസ് സ്റ്റാൻഡോ എന്തെങ്കിലും നമുക്ക് പണിയണം. പണിയാം. പണിയണോ? പണിയാം. ഞാൻ പറഞ്ഞില്ലേ പണിയാന്ന്. അത്രേ ഉള്ളൂ. പാപ്പാ പണിത് കളയാം. വല്ലാത്ത പ്രശ്നമാണ്. ഒരു വാക്കിനും അകലെ നീയെങ്കിലും അരികിൽ ഞാനെന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കുക. ഞാൻ ഇൻസ്ട്രക്ഷനെ പറയുന്നത് കേട്ടിട്ട് ഒരുത്തരം ഇൻസ്ട്രക്ഷനെ പറയാൻ നിൽക്കരുത്. ലൂസിയ ലൂസിയ കല്ലിന്റെ ഇതിന്റെ പുറത്തൊന്നും ഇവിടെ ചാവത്തില്ല. ഇങ്ങോട്ട് മൈൻഡ് ഇവിടെ അല്ലല്ലേ അണ്ണ? അല്ലല്ല, പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തോട്ട് വന്നതാ. വണ്ടി അവിടെ കിടക്കുന്ന ഓർത്തില്ല. അണ്ണന്റെ മൈൻഡ് ഇവിടെ അല്ല. അണ്ണൻ എന്ത് പറ്റിയ അണ്ണ? അണ്ണൻ ഓക്കെ ആണോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഒരാൾ എക്സ്ട്രാ ഉണ്ടായിരുന്നല്ലോ. അവിടെ കുരിശായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൂസിയുടെ എന്തോ ഒരു കേസ് എനിക്കറിയാം. അത് എന്താണ് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളെ പറ്റി. എന്നാലും ഇത്രയും അകമൊഴിഞ്ഞ പുള്ളിക്കാരൻ ആ കൂടെ പ്രവർത്തിച്ചിട്ടും ആ പെണ്ണ് മരിച്ചിട്ട് പുള്ളിക്കാരൻ ഈ കണ്ട പെമ്പിള്ളാരുടെ കറി മെയിന് കിടക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അയാളെന്തോലെ പശുവാണോ അയാള്? എന്തൊക്കെയാ ജോക്കി മിസ്റ്റർ എക്സിനെ പറ്റി പറയുന്നേ? അല്ല പിന്നെ ഒരു കൊച്ചും മണിച്ചിട്ട് ഇയാൾക്ക് എന്തു കാണിക്കുന്ന ഇയാള്? ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ. അയാളെ വിളിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് പറയട്ടെ. ഞാൻ ചുറ്റിലുണ്ടോ അയാള്? നാരദന്റെ നമ്പർ ഉണ്ടോടാ?
നാരദന്റെ ഒരു കാര്യം പറയട്ടെ, നാരദിനെ നമ്മള് ഇലക്ഷന് വേണ്ടിയിട്ട് അവന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. എന്തെന്ന് അറിയോ? എന്താ? നാരദനൊരു കണ്ടി, അവന്റെ ചിഹ്നം കിണ്ടി, അവനില്ല അണ്ടി. ഇതാണ് നാരദനെതിരെ എഴുതി ഇറക്കിയേക്കുന്നത്. നിൽക്കുന്നുണ്ടോ? പിന്നെ അണ്ണൂനൊരു പാട്ടൊക്കെ ഇറങ്ങിയിരുന്നല്ലോ. അതൊക്കെ ഇറങ്ങും. ഞാനേ ഈ കേക്കെ ഒന്ന് വിളിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ വരാത്ത 3 ദിവസങ്ങളിലെ ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ നടന്നോ? ഇല്ലില്ല, അങ്ങനല്ല മോനെ. ഞാൻ ഈ കണ്ടവരുടെ അടുത്തൊക്കെ ഇങ്ങനെ വോട്ടൊക്കെ ചോദിച്ച് ഇങ്ങനെ നടക്കുമെന്ന്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കണ്ടേ. ജോക്കി ഇപ്പഴേ വോട്ട് ചോദിച്ചാ ആ വില പോകും ജോക്കി. അല്ലല്ല, ഇപ്പഴേ എങ്ങും അല്ല. ഞാനേ പിന്നെ EVXന്റെ വോട്ട് പുള്ളിങ് പിടിച്ചു കേട്ടോ. ഞാൻ ചെന്ന് നേരെ കാര്യം പറഞ്ഞില്ലേ, എല്ലാം കിട്ടും, നോക്കിയിരുന്നോളാം. ഞാൻ നിന്നെ കുറിച്ച് വിറ്റായിരുന്നു. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പറ്റുവാണെങ്കിൽ ആ അടുത്ത ആഴ്ച ആ ഫുഡ് ഇങ്ങോട്ടും തരണേ. ഒരാഴ്ചത്തേക്ക് മതി കേട്ടോ. ഒരാഴ്ചത്തേക്ക് ഫുഡ് തരാം ജോക്കി. ഒരാഴ്ചത്തേക്ക് തരത്തുള്ളൂ. ഉറപ്പായിട്ടും. അല്ല എപ്പോ വേണേലും തരാം. തരണം കേട്ടോ. എനിക്ക് ഞാൻ ഭയങ്കരമാണ് എനിക്കകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. ഇതെന്താണ്? ഞാനപ്പോ ഒരാഴ്ച വന്നില്ല, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കത്തില്ലേ. ഓക്കെ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റത്തില്ലെന്നാ വാസുവിനെ കേട്ടത്. ആണോ? അങ്ങനൊന്നുമില്ല, ഞാനത് ചോദിച്ചായിരുന്നു ഓൾറെഡി. നോ കോളർ എങ്ങനെയാ? നോ കോളർ ഐഡി അതിന് തിരിച്ചു വിളിക്കാൻ പറ്റില്ലല്ലേ? നിങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. അയ്യോ അല്ല, ഞാൻ കോമഡായിട്ട് പറഞ്ഞതാ. അങ്ങനെ ഒന്നും ഇല്ല. എന്റെ ഈ സാധനം താന്ന് പോവാ. എന്ത് സൊല്യൂഷൻ? എന്താ ഇതിന്റെ ഒരു സൊല്യൂഷൻ? ടെക്നിക്ക്, അത് ഐഡിയ. എങ്ങനെ ഇങ്ങനെ താന്ന് പോണത്? ഞാനങ്ങ് ഊരും. ചേറണ്ട ഇരിക്കുമ്പോ ഇങ്ങനത്തെ താന്ന് പൊക്കോണ്ടിരിക്കുക. ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഒരു 10 ബർഗർ തിന്നണം, 1 മിനിറ്റ് ഇടവിട്ട്. പുതിയ ചെയർ വാങ്ങിക്കല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല കേട്ടാ. തിന്നാ വെള്ളം കുടിക്കുക, വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല. ജോക്കി ഇവിടെ മുസ്ലിം ഒരു വട്ടം കഴിച്ചാൽ ഇത് എന്താ അപ്പാ? ഇതൊക്കെ എന്താ? അത് ഡീഡോസ്. വീഡിയോസ് ഒന്നും ഇല്ലല്ലോ. പകുതി പേര് കത്തിപ്പോയി. മറ്റേ മുടിഞ്ഞു പോണേന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ മോനെ, ക്യാമറ നോക്കി. അല്ലല്ല, അങ്ങനല്ല. അയ്യോ സെർവർ അല്ല, ഡീഡോസ് അടിക്കുന്നവന്മാരെ ഇടക്കിടക്ക് ചെയ്യുന്നേ ഇല്ലയോ? അതൊന്ന് ചെയ്തേക്കണേ. ഇപ്പൊ തന്നെ ചെയ്യണേ, 1 മിനിറ്റ് ചെയ്യണേ. ക്യാമറ നോക്കി മറ്റേ നെറ്റിയൊക്കെ കൈ വെച്ചിട്ട്. അവന്മാർക്ക് ചില്ലറ കടിയൊന്നുമല്ല. അവന്മാർക്ക് നാണമുണ്ടോ? അവന്മാർക്ക് ഇവർക്കൊക്കെ അച്ഛനുണ്ടോ? ചുമ്മാ കുത്തിയിരുന്ന് രാവിലെ എന്താ സിറ്റി കത്തി പോവാത്തെ? അണ്ണ അങ്ങനെ പറഞ്ഞ ഇപ്പൊ പോ. അപ്പാ അപ്പം കത്തി ആദ്യം കത്തി.